ഹായ് കൂട്ടുകാരെ, സത്യം പറയല്ല, എല്ലാവരും എപ്പോഴും പറയും കണ്ടൻറ്റുള്ള വീഡിയോ ഇടണം എന്നിട്ട് നമ്മളടുത്ത കൂട്ടുകാർ പോലും ഒന്ന് ആലോചിച്ചൊക്കെ. നമ്മളെ ഈ വീട്ടിൽ ഒന്നാമത് സമാധാനമില്ല, മനസ്സിന് സങ്കടം എപ്പോഴും. പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ കുറച്ച് വീഡിയോ കിട്ടും, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പാവങ്ങളെയൊക്കെ സഹായിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. കേട്ടോ, ഇങ്ങനെ നടക്കത്തില്ല, ആരും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ വീട്ടിൽ ഭാര്യ മക്കളും ആരും സപ്പോർട്ടല്ല, ഒന്നാമത്തെ കാര്യം. എന്നിട്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എൻ്റെ ഒരു ഹോബിയാണ് ഇപ്പോൾ കേട്ടോ, അല്ല വരുമാനത്തിന് വേണ്ടിയൊന്നുമല്ല. പിന്നെ ഫേസ്ബുക്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് വരെ ഞാൻ ഓഫാക്കി വെച്ചേക്കും. ഇപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല, കാര്യം മോശമായ കമൻറ്റ് വരും. പിന്നെ നമ്മളടുത്ത കൂട്ടുകാർ പോലും നമുക്ക് ലൈക്ക് അടിക്കാനും വല്ല വിഷമമാട്ടോ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ചെറിയ വീട്ടിൽ എങ്ങനെ കണ്ടൻറ്റ് കാണിക്കുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഹായ് കൂട്ടുകാരെ, ഇതാണ് നമ്മൾ അടുക്കള കേട്ടോ. ഇതിനകത്ത് കണ്ടൻറ്റ് കാണിക്കാൻ പറ്റുമോ കൂട്ടുകാരെ? മഴ പെയ്ത് കഴിഞ്ഞാൽ താലം മൊത്തം തൊഴുമ്പാട്ടാ. ഇതാണ് നമ്മൾ അടുക്കളയുടെ അവസ്ഥ. കണ്ടോ, സ്ലാബൊക്കെ ഇട്ട മൊത്തം പൊട്ടിയിരിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ കണ്ടൻറ്റ് പറ്റത്തില്ല. പിന്നെ ഇവിടെ റൂമുണ്ട് കേട്ടോ, ഇത് ഇവിടെ ഞങ്ങൾ പാചകം ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ വൃത്തിയില്ല, തറ മൊത്തം മഴ പെയ്ത് കഴിഞ്ഞാൽ തറ മൊത്തം വെള്ളം കൂട്ടുകാരെ. ഇവിടെയും കണ്ടൻറ്റ് കാണിക്കാൻ പറ്റത്തില്ല. കൂട്ടുകാർ പറയണം കേട്ടോ എവിടെ കണ്ടൻറ്റ് കാണിക്കുന്നത്. പിന്നെ ആകെയുള്ള വൃത്തിയുള്ള റൂമെന്ന് പറഞ്ഞാൽ ഇതാട്ടാ. ഈ ഒരു റൂമിൽ വെച്ചാൽ വൃത്തിയുണ്ട്, ഞങ്ങൾ കിടക്കുന്ന റൂം കേട്ടോ. ഇവിടെ വെച്ചാൽ വൃത്തിയുണ്ട്. ഈ റൂം അറിയാമല്ലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചോർച്ചയാണ്, തറയെ മൊത്തം ഈർപ്പപ്പോഴും. എന്താ ഇവിടെ ടി വി ഇരിക്കുന്ന റൂം, ഇതാണ് മെയിൻ ഹാള്. ഇവിടെ എപ്പോഴും ചോർച്ചയാണ്, അറിയാമല്ലോ, കണ്ടിട്ടുണ്ട്. വൃത്തിയുള്ള റൂമെന്ന് പറഞ്ഞാൽ ഇതാട്ടാ, ഭാര്യ ഇരിക്കുന്ന റൂം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കൂടുതലും വീഡിയോ ചെയ്യുന്നത്. പറയണം, ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എവിടെ നിന്ന് കണ്ടന്റ് ചെയ്യാൻ. സത്യമായി ഉള്ള വീഡിയോ നൈസിന് എൻ്റെ ഒരു ഹോബിയായിട്ട് മാത്രം ഇരുന്ന് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും വിഷമമുണ്ടെങ്കിൽ ഞാൻ ഈ മേലെ വീഡിയോ എടുക്കില്ല. ഓക്കെ കൂട്ടുകാർ, വലിയ സങ്കടമുണ്ട് കേട്ടോ, നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളെ മനസ്സിലാക്കാത്തതിൽ വല്ല സങ്കടമുണ്ട്. ഓക്കെ കൂട്ടുകാർ, ശുഭരാത്രി.